ഹായ് ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ ബിൻഷ. ഇന്ന് ഞങ്ങൾക്ക് ഹൈട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടീനെ ഒന്ന് കാണാൻ പോകാനുണ്ട്. അത് രാമനാട്ടുകരയാണ് അവരുടെ വീട്. അപ്പോൾ ഞങ്ങളിതാ ഫറോക്ക് പാലത്ത് കൂടെയാണ് കേട്ടോ ഇനി പോകാൻ പോണത്. അപ്പോൾ നമ്മുടെ ഐ ലവ് ഫറോക്ക് എന്നൊക്കെയുള്ള പോസ്റ്റർ കണ്ടില്ലേ. ഇനി ഈ പാലത്തിൻ്റെ നേരെ അപ്പുറത്തെ ഭാഗത്ത് കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിൻ പോണ പാലമാണ് കേട്ടോ. ഈ സമയത്ത് ഇതാ ട്രെയിനും പാസ് ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങൾ ഫറോക്ക് സ്റ്റേഷനിലേക്കാണ് ഇത് നേരെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫറോക്ക് സ്റ്റേഷൻ കഴിഞ്ഞ് ഇനിയും കുറേ നമുക്ക് രാമനാട്ടിലേക്കാണ് പോകാനുള്ളത്. കുഞ്ഞുവാവയ്ക്ക് നല്ല ഡ്രസ്സൊക്കെ വാങ്ങിക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ നമ്മളെ ഫറോക്കുള്ള ട്രെൻഡ്സിലാണ് പോകാമെന്ന് വിചാരിച്ചത്. അവിടെ ചെന്ന് നോക്കുമ്പം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ ഞങ്ങളവിടെ ഉള്ളിൽ കയറി അതൊക്കെ നോക്കുമ്പം ചെറിയ കുഞ്ഞു ബേബികൾക്കുള്ള ഡ്രസ്സുകളൊന്നും അവിടെ ഇല്ല കാര്യമായിട്ട്. പിന്നെ ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു മാസം മുന്നേ ഒക്കെ ഇവിടെ വന്ന സമയത്ത് കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ആ കളക്ഷൻസൊക്കെയാണ് ഇപ്പോഴും തന്നെ അവിടെ ഉള്ളത്. അപ്പം ഞങ്ങൾ പിന്നെ വേഗം അവിടെ നിന്ന് തിരിച്ചിറങ്ങി. പിന്നെ വേറൊരു ഷോപ്പ് കയറിയിട്ട് നല്ലൊരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ഞാൻ ഇതിന് മുമ്പേ കുട്ടികളിങ്ങനെ വീഡിയോസ് കാലിൽ പാദസറിട്ടിട്ടുള്ള ഈ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മോളത് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് കുറേ പ്രാവശ്യം അവളെ വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഒരു പൊടിക്ക് അവൾ കാല് വെച്ചിരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ ആ വാവനെയൊക്കെ കണ്ടു തിരിച്ചതാ രാമനാട്ടിൽ നിന്ന് നമ്മളെ ഫറോക്കിലേക്ക് വരുന്നോണ്ടിരിക്കുക കേട്ടോ. വരുന്ന വഴി നമ്മൾ വിചാരിച്ചു ഇനി ഫറോക്ക് പോയിട്ട് മോക്കൊരു ഷൂ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കടയിൽ കയറി. അപ്പോൾ അവിടെ തുറന്നുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ച് വേറൊരു കടയിൽ കയറി നോക്കുമ്പോൾ ആ ഷൂ ഒക്കെ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷൂ തിരയുന്നതിനിടയിൽ അവൾ അടുത്തുള്ള താഴെയുള്ള റാക്കിലുള്ള ഷൂ ഒക്കെ എടുത്ത് താഴെ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ വല്ല പിടിച്ചിരുത്തിയായിട്ട് ഒരു ഷൂ ഇട്ട് കൊടുത്തു. ഷൂ ഇട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അത് ഇട്ടുകൊണ്ട് കുറച്ചേരം അവിടെ കളിച്ച് നടന്നു. പിന്നെ ഞങ്ങൾ അതിനിടയിൽ വേറെ ഷൂ ഒക്കെ നോക്കി. അവൾക്ക് ഇഷ്ടപ്പെട്ട് വെച്ചപ്പോൾ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ വേറൊരു ഷൂ കൂടെ നോക്കി, കാരണം ലൈറ്റ് കത്തുന്നത് കണ്ടപ്പോൾ അവൾക്കത് വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടാമത് മാറ്റി അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഇത് മതി ഓക്കെ പറഞ്ഞിട്ട് തിരിച്ചിറങ്ങുക നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് സമയം കൂടി ഇരിക്കും, നമുക്ക് കംഫർട്ടാണോ നോക്കണ്ടേ, കുറച്ച് സമയം നടത്തിച്ചിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവളെ നടത്തിച്ചു. കുഴപ്പമൊന്നുമില്ല കണ്ടപ്പോൾ തിരിച്ചെടുത്തു. അതിനുശേഷം ഞാൻ താഴെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷൂ കണ്ടപ്പോൾ ഞാനും എടുത്തു. അങ്ങനെ രണ്ടുപേരുടെയും പർച്ചേസ് കഴിഞ്ഞു. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഓക്കെ ബൈ.